ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കിപ്പോൾ ഇന്നത്തെ ദിവസം വല്ലാത്തൊരു ദിവസമായി പോയിട്ടോ. ഇന്ന കാലത്ത് തീരെ വയ്യ. ഇന്നലെ വൈകിട്ട് തുടങ്ങിയതാണ് തലവേദന. അപ്പോൾ എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ട്. പിന്നെ എന്താ പറയുക, കുറേ നാളായിട്ട് കണ്ണിൻ്റെ ചെറിയൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തലവേദന എനിക്ക് ഇന്നലെ വൈകിട്ട് വന്ന തലവേദന ഈ നിമിഷം വരെ എനിക്ക് തലവേദന പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ ഇടുന്നത്. ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഇന്നിടാൻ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ വയ്യാത്തൊരു വീഡിയോ ആണ് ഇടരുത്. പക്ഷേ എന്നിപ്പോൾ വീഡിയോ ഇടാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ തലവേദന കൊണ്ട് ഒട്ടും തന്നെ ഒരു പണിയെടുക്കാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു കാലത്ത്. കാരണം കുറച്ച് നേരം വൈകിട്ടാണ് എണീറ്റത് കേട്ടോ. അപ്പോൾ ഉണ്ണികൾക്ക് എന്ന് വെച്ചാൽ ഇന്നലെ സുഡാപ്പിക്ക് മാത്രമേ സ്കൂളുണ്ടായിരുന്നുള്ളൂ. മോന് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഇന്ന് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ. അപ്പോൾ നമ്മുടെ പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ ആശംസകൾ നേരുന്നു. നല്ല വിജയത്തോടു കൂടി തന്നെ പരീക്ഷ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, മക്കൾക്ക് ഇന്നലെ മോന് ക്ലാസ്സില്ലാത്ത കാരണം കൊണ്ട് ഇന്നലെ ഹെൽപ്പ് ചെയ്യാനൊക്കെ അവനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ വെള്ളം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, വെള്ളമൊന്നുമില്ലയെന്ന്. അപ്പോൾ ഇന്നലെ വെള്ളം വന്നിട്ടില്ല കേട്ടോ. പക്ഷേ ഇന്ന കാലത്ത് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊക്കെ അവർ സ്കൂളിലേക്ക് മോന് ഇന്ന കാലത്ത് പോവുകയും ചെയ്തു. ഇന്നലെ വെള്ളം പിടിച്ച് കുറച്ചൊക്കെ ഞാൻ അവിടെ നിന്ന് കോരി കൊണ്ടുവരികയൊക്കെ ചെയ്തു കേട്ടോ. പക്ഷേ എനിക്ക് ഒട്ടും തന്നെ വയ്യാത്ത കാരണം കൊണ്ട് ഞാൻ വെള്ളം കോരാൻ പോയപ്പോൾ എനിക്ക് കണ്ണൊക്കെ ഒരു മൂടൽ പോലെയായി. പെട്ടെന്ന് തലകറക്കം വന്നു. അപ്പോൾ വേഗം ഞാൻ അവിടെ തന്നെ വെച്ചു. വേഗം വന്ന് കുറച്ച് നേരമൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ കുറച്ച് നേരം അങ്ങനെ കിടന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒന്ന് എണീറ്റിട്ടുള്ള ബാക്കിയുള്ള പരിപാടികളാണ് കേട്ടോ ഇത്. അപ്പോൾ കാലത്ത് ഞാൻ ചപ്പാത്തി അവിടെ നിന്ന് മേടിക്കുക ചെയ്തിട്ട് കടയിൽ നിന്ന്. എന്നുവെച്ചാൽ സുഡുവിന് സ്കൂളിൽ പോകണം. പിന്നെ എന്താ പറയുക, മോൾക്ക് കാലത്ത് തന്നെ എന്തെങ്കിലും കഴിക്കാൻ വേണം. പലഹാരം ഉണ്ടെങ്കിലേ കഴിക്കുകയുള്ളൂ. ചോറൊന്നും കൊടുത്താൽ അങ്ങനെ കഴിക്കില്ല കേട്ടോ. അതിപ്പം മക്കളെ പറഞ്ഞിട്ടും കാര്യമില്ല. ഞാനും അങ്ങനെ ശീലമാക്കിയിട്ടാണ്. എനിക്കും അത് ആദ്യമേ അങ്ങനെ ശീലമായിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കാരണം പിള്ളേർക്കും അങ്ങനെ തന്നെ വേണം. അപ്പോൾ ഞാൻ ചപ്പാത്തി കടയിൽ നിന്ന് മേടിച്ചു. പിന്നെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉരുളക്കിഴങ്ങും സബോളയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് തൊലിയൊക്കെ കളഞ്ഞു. അതും സബോളയും ഒരു 2 ഉരുളക്കിഴങ്ങും എടുത്തു. പിന്നെ ഒരു സബോളയും എടുത്ത് പിന്നെ 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാൻ ചപ്പാത്തി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മോള് കരഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ ഓൺ ചെയ്തപ്പോൾ എന്തോ ഒരു ക്ലാരിറ്റി പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് ഓൺ ചെയ്തപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത് കേട്ടോ. അപ്പോൾ കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ, ഇപ്പോഴത്തെ ഈ ഒരു ഭാഗത്ത്. അപ്പം അങ്ങനെ ഒന്ന് ചപ്പാത്തി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വയ്യാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരുടെ കാര്യമായാലും നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് ഒട്ടും പറ്റില്ല. എന്നാലും പറ്റുന്ന വിധത്തിലൊക്കെ നമ്മൾ ശ്രമിക്കും. എന്ന് വെച്ചാൽ ഉണ്ണികൾക്ക് ഭക്ഷണം കൊടുക്കണം, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് അധികം കെടുക്കാനും തോന്നില്ല. കുറച്ച് നേരം ഒന്ന് കിടന്നോണ്ട് ഞാൻ വേഗം എണീറ്റു കേട്ടോ. പിന്നെ ചപ്പാത്തിയൊക്കെ കൊടുത്ത് മോനൊന്ന് സ്കൂളിലേക്ക് വിട്ട ആ സമയം, മോനെ സ്കൂളിലേക്ക് വിടുന്ന ആ സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് നേരം വേണമെങ്കിൽ എടുക്കാം. അവനൊന്ന് പറഞ്ഞയച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം ചപ്പാത്തിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ചപ്പാത്തി ആയിട്ടോ. അപ്പോൾ ഞാൻ 2 വിസിലടിച്ചെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വെച്ചു. അപ്പോൾ അതൊന്ന് കടുക് കാച്ചണം. വെളിച്ചെണ്ണ ഒന്ന് ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കടുക് പൊട്ടിച്ച് പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് അതൊന്ന് കാച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് എനിക്ക് തീരെ വയ്യ കേട്ടോ. തലവേദനയ്ക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ എനിക്ക് 2-3 ദിവസത്തേക്ക് ഉണ്ടാവും കേട്ടോ വേദന ഒന്ന്. അപ്പോൾ ഞാൻ കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ണട പിന്നെ പാത്തൂസ് അവൾക്കിങ്ങനെ ഞാൻ മുഖത്ത് കണ്ണട വയ്ക്കുന്ന സമയത്ത് അവളതെടുത്ത് കളിക്കും, വയ്ക്കാൻ സമ്മതിക്കില്ല, അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ദിവസം പാത്തൂസ് ഒരു കണ്ണടയുടെ കാല് പാത്തൂസിൻ്റെ കയ്യിൽ നിന്ന് പൊട്ടി, ഒരു കാല് സുഡാപ്പിയുടെ കയ്യിൽ നിന്ന് പൊട്ടിയിട്ടാണ്. അപ്പോൾ ഞാനത് ഇപ്പം മേടിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാത്ത കാരണം കൊണ്ട് ഞാനതൊന്ന് കെട്ടിയിട്ട് ഇന്നലെയൊക്കെ വെച്ചത് കേട്ടോ തലവേദന ഇളകിയപ്പോൾ. അപ്പം അങ്ങനെ ചപ്പാത്തിയും കറിയൊക്കെ റെഡിയായി. അപ്പോഴേക്കത് സുഡാപ്പിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളെ ഞാൻ ചോറിൻ്റെ മുകളിൽ തന്നെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനൊന്ന് കുളിപ്പിച്ച് കൊടുക്കണം. അപ്പോഴേക്കും നോക്കിയപ്പോൾ ചോറും റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വാർക്കണം. അപ്പോൾ പാത്തൂസിൻ്റെ അടുത്ത് തന്നെ വന്നിരുന്നിട്ടുണ്ട് അടുപ്പിൻ്റെ അടുത്തിട്ട്. അപ്പോൾ ഇപ്പോൾ കാലത്തായ കാരണം വെയിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവൾ പുറത്തിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അവളത് മതിയാക്കി. ഇനിയിപ്പോൾ സുഡാപ്പിനൊന്ന് കുളിപ്പിക്കണം. അപ്പോൾ ഈ ചോറൊന്ന് വാർത്ത് വെച്ചിട്ട് അവനെ കുളിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ.
അപ്പോൾ അങ്ങനെ ചോറൊന്ന് ഊറ്റി വയ്ക്കണം. പിന്നെ എല്ലാം കൂടി ഒരുമിച്ചായിട്ടോ, വയ്യായും അതിൻ്റെ ഇടയിൽ വെള്ളമില്ലാത്തതും ഗ്യാസ് തീരലും ഒക്കെ കൂടി ഒരുമിച്ചെന്ന് പറയാലോ. അങ്ങനത്തെ വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഇപ്പോൾ. പിന്നെന്താ, ചൂടാണെങ്കിൽ അതിൻ്റെ ബാക്കി ഷീറ്റായ കാരണം കൊണ്ട് ഒട്ടും തന്നെ അകത്തിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. അപ്പം അങ്ങനെ സുഡാപ്പീനെയൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് വന്നു. അതിൻ്റെ ശേഷമുള്ള വീഡിയോസാണ് കേട്ടത്. അപ്പം ഞാൻ ഇപ്പോൾ സുഡാപ്പീനെ കൊണ്ടുവന്നൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. പരിപ്പ്, പയർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഒക്കെ കൂടി മോനെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഞാൻ അവനെ കൊണ്ട് കാലത്ത് മേടിപ്പിച്ചു. അതിന് ശേഷം പിന്നെ കുറച്ച് പരിപ്പ്, പയർ, കടല, ചെറുപയർ, പിന്നെ മോൾക്കുള്ള ബിസ്ക്കറ്റ്, പിന്നെ കുറച്ച് ഉള്ളി ഒക്കെ കൂടി ഞാൻ മേടിപ്പിച്ചിട്ടോ. അതൊക്കെ ഒന്ന് ഇട്ട് വയ്ക്കണം. അപ്പോൾ ഞാൻ ഈ ചെപ്പുകളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ അതിന് ശേഷം ഞാൻ പാത്തൂസ് ഒന്ന് ഉറങ്ങിയിട്ട്, പാത്തൂസ് മോനെ കൊണ്ടുവന്നാക്കി വന്നതിന് ശേഷം കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അവൾക്ക് കാലത്തോളൊന്ന് നേരത്തെ എണീറ്റുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് വേഗം തന്നെ അവൾ പാൽ കുടിച്ച് അങ്ങനെ തന്നെ കിടന്ന് ഉറങ്ങിയിട്ടോ. അപ്പം ഞാൻ വേഗം പരിപ്പും തക്കാളിയും ഒരു സബോളയും അതുപോലെ തന്നെ കുഞ്ഞ് സബോള കേട്ടോ, പിന്നെ കുറച്ച് ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടൊന്ന് വിസിലടിച്ചെടുത്ത് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഒന്ന് താളിച്ചു കേട്ടോ. കടുകും വേപ്പിൻ്റെ ഇല ഇട്ടൊന്ന് താളിച്ചതൊന്ന് ഇറക്കി വെച്ചു. അതിന് ശേഷം കുറച്ച് മാന്തളൊന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുത്ത് അതൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് തീരൊട്ടും തന്നെ വയ്യാത്ത കാരണം ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പരിപ്പൊന്ന് കാച്ചും ചെയ്തു, പിന്നെ ഉണക്കമീൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇന്നലെ 2 മാങ്ങ, ഒരു 3 മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ അവർ പറിച്ചപ്പോൾ എനിക്ക് തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 മാങ്ങ ഞാൻ കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ച് മേടിച്ചതായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു മോന് അച്ചാർ വേണം സ്കൂളിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് കേട്ടോ. ഇപ്പം എന്തായാലും പരീക്ഷ ആയിരുന്ന ഫുഡൊന്നും കൊണ്ടുപോകണ്ട. പിന്നെ എന്തായാലും അവൻ ഇവിടെ ഉണ്ടാവും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടല്ലേ പോവുള്ളൂ സ്കൂളിലേക്ക് പോകുമ്പോൾ. അപ്പം അങ്ങനെ അച്ചാർ ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. 2 മാങ്ങയായാലും അത്യാവശ്യം ഒരു 2 ആഴ്ചയ്ക്കുള്ളത് ഉണ്ടാവും. അവൻ ഇരുന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ആഴ്ചയ്ക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരാഴ്ച മിനിമം പോലും എത്തില്ല കേട്ടോ. അപ്പോൾ ആ മാങ്ങയൊന്നും ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് അച്ചാറിടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേതാണ് പരിപ്പ് കറി കേട്ടോ. നമ്മുടെ നല്ല കുറിയ നല്ല കട്ടിയായിട്ടുള്ള പരിപ്പ് കറിയാണ്. അതിൻ്റെ കൂടെ അത് ഉണക്കമീൻ വറുത്തത് കേട്ടോ. അപ്പോൾ ആ മാങ്ങ ഞാനൊന്ന് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുത്ത് കൈ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആ ഉപ്പൊക്കെ ഒന്ന് എല്ലാ മാങ്ങയിലേക്ക് ഒന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു 2 മണിക്കൂറെങ്കിലും ഒന്ന് വെയിൽ കൊള്ളിക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് വെയിൽ കൊള്ളിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെയിലൊക്കെ കൊണ്ടുവന്ന് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനിപ്പോൾ അതൊന്ന് അച്ചാറിടാലോ വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഒരു പാനിൽ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക്, ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഒരു പിഞ്ച് മാത്രം ഉലുവ ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇതിലേക്ക് വലിയൊരു കഷ്ണം ഇഞ്ചി അത് ചെറുതായി നുറുക്കിയതും, പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ എരിവില്ലാത്ത കളറുള്ള മുളക് പൊടിയില്ലേ, കാശ്മീരി മുളക് പൊടി, അതും പിഞ്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അച്ചാർ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ആ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങയും കൂടി ഞാൻ അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ വെയിൽ കൊണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ നല്ലപോലെ വെയിലുണ്ടല്ലോ. അപ്പോൾ നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ട് ഇങ്ങനെ വാട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ചാറിടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, നമ്മൾ മാങ്ങ ഉപ്പിലിട്ട് വെച്ച മാങ്ങ എടുത്ത് നമ്മൾ അച്ചാറിടുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ലേ, ആ ഒരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുക കേട്ടോ. അപ്പം അങ്ങനെ ഞാനതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ മാങ്ങ ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം പഞ്ചസാര, ഒരു പിഞ്ച് മാത്രം പഞ്ചസാരയും പിന്നെ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കിട്ടണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. പിന്നെ ഈ സമയത്ത് ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.